ഇത്തിരി പുളിപ്പാടി മുന്തിരിങ്ങയ്ക്കോ? പുളിപ്പാടെ നിങ്ങൾ കഴിക്കണ്ട. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പുളിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മാ എന്തുവാടാ? അമ്മാ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അമ്മ. എന്തുദ്ദേശിച്ചില്ലെന്ന്? അച്ഛാ ഈ അമ്മ നേരത്തെ ചേട്ടത്തി എന്തോ പറഞ്ഞതറിയാമോ? എനിക്ക് അമ്മയെക്കാൾ ഇഷ്ടം ചേട്ടത്തിയെന്ന്. അതുള്ള ആരുമല്ലേ? അത് അച്ഛൻ്റെ കാര്യത്തിൽ ഉള്ളതൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അമ്മയുടെ കാര്യത്തിൽ അങ്ങനല്ല. എനിക്ക് ഇതിന്റെ സ്നേഹവും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട കേട്ടാ. എന്നാ അമ്മയെ പറയുന്നത് മനസ്സിലാക്ക്. നീ എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. എടാ പണ്ടൊക്കെ നീ നിന്റെ എല്ലാ മണ്ടത്തര ഐഡിയ ആയിട്ട് എന്റെ അടുത്തായിരുന്നല്ലോ വരുന്നത്. ഇപ്പൊ എന്നാ നീ വരാത്തത്? കണ്ടോ, ഇതാ പ്രശ്നം. ഞാൻ നല്ല കിടില ഐഡിയകളൊക്കെ പറയുന്നത് അതെല്ലാം അമ്മയ്ക്ക് മണ്ടത്തരങ്ങളാ. അമ്മയ്ക്ക് മാത്രമല്ല, പൊതുവെ നിന്റെ ഐഡിയ എല്ലാം മണ്ടത്തരം തന്നെ. എന്നാ തെറ്റിപ്പോയി. ചേട്ടത്തി അങ്ങനല്ല. ഓ, നീ പറയുന്ന എല്ലാം അങ്ങോട്ട് പ്രശംസിക്കുന്നവർ മാത്രം ഇതിനോട് സ്നേഹമുള്ളതെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനൊന്നും അല്ല. എന്നാലും ഒരു ഇത് വേണ്ട ഒരാടുത്തൊരു കാര്യം എന്ന് പറയാൻ. എന്താ അച്ഛാ, ഞാൻ വല്ല ഇമോഷണൽ സീൻ മിസ് ചെയ്തോ? ഓ, ഒരു നെഗറ്റീവ് അമ്മയും ചേട്ടത്തിയോട് മാത്രം ഇഷ്ടമുള്ള ഒരു മോൻ തമ്മി എന്ത് ഇമോഷണൽ സീനാടി നീ മിസ്സാകുന്നത്? എന്റെ പൊന്നെ, ഞാൻ ഈ ചേട്ടത്തി മിണ്ടാൻ പോകുന്നില്ല. എന്തൊരു കഷ്ടം അത്. എടാ അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. നീ ഈയിടെയായിട്ട് അമ്മേനെ തീരെ ഗൗനിക്കുന്നില്ല. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചപ്പം? ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ കിടന്ന് അടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടാ. ഞാൻ മുദ്ര കഴിച്ചോണ്ടിരിക്കുക. ഞാൻ ചേട്ടത്തി മിണ്ടാൻ പോകുന്നത് പറഞ്ഞില്ല. പിന്നെ ഇവിടെ എന്തിനാ ചൂടാവുന്നതുവാ? എടി നിനക്കിപ്പോ എന്ത് പറ്റിടി വിങ്കി? ഒരു പെട്ടെന്നൊരു മനമാറ്റം. അമ്മ നെഗറ്റീവാ, അതുകൊണ്ട് ആരും അമ്മയുടെ അടുത്ത് വരാത്തെന്ന് പറഞ്ഞോണ്ട് നടന്നോളല്ലേ നീ? അതെന്താണെന്നറിയോ അമ്മേ, അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, കണ്ണൻ ഇപ്പൊ എന്നെക്കാ ഇഷ്ടം കണ്ണന്റെ ചേട്ടത്തിനോടാണെങ്കിൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒരു അമ്മയ്ക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ, എങ്ങനെ മനസ്സിലാവാനാ? ഓഹോ, ഇയാള് ഭയങ്കര അമ്മ എന്നടേ. എടി കണ്ണ സ്വന്തമായിട്ടല്ലേ എടി വളരുന്നേ. ആവശ്യമില്ലാത്ത വായി തോന്നിയതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ കൊച്ചിനെ ഞാൻ തന്നെ വളർത്തുന്നത് കേട്ടോ. സംശയമുണ്ട്. കൊച്ചു പിള്ളേരെ പോലെ. അച്ഛനിപ്പോ എന്താ, അച്ഛനിപ്പോ ഇതൊന്നും ബാധകമല്ലല്ലോ. അച്ഛന്റെ കയ്യിലെ പൈസ പോകരുത്, അത്രയല്ലേ ഉള്ളൂ. അത് ശരി. അവിടെ വെറുതെ വരുന്ന മുന്തിരിക്ക വരുന്ന എല്ലാം കൂടെ എന്റെ മണ്ടയ്ക്ക് കയറി കേട്ടോ. ഞാൻ കഴിച്ചോണ്ടിരുന്ന ഞാൻ ചുമ്മാ പറഞ്ഞതായിരുന്നു എനിക്ക് രണ്ടെണ്ണം അച്ഛാ. പിന്നെ അമ്മ ഇനി അമ്മയുടെ കൂടെ നിന്ന് ഞാൻ കാണും. എടാ പന പോലെ അടുത്തിരുന്നിട്ട് കാര്യമില്ല, ഉള്ളി സ്നേഹം വേണം. മനസ്സിലായോ? സ്നേഹം ഉണ്ടോ അമ്മ? അമ്മ അമ്മ ഈ അഭിനയം ചാട്ടത്തി പഠിപ്പിച്ചാണോ നിന്നെ? അല്ലല്ല, ഇതെന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാ. അമ്മ അമ്മച്ചി കാടോ? അച്ഛൻ വന്ന് പറഞ്ഞല്ലേ? അമ്മ, ഞാൻ അമ്മയെ പെടുത്താണ്ടിരിക്കാത്തോണ്ടാണ് ഞാൻ ശല്യപ്പെടുത്തില്ലല്ലോ. ഞാൻ അമ്മയെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാണ് ചിലപ്പോഴൊക്കെ അച്ഛമ്മടുത്തൊന്നും ഇരിക്കുന്നത്. നീ അച്ഛമ്മടുത്ത് പോയിരുന്നോ? അമ്മ ചുമ്മാ പറഞ്ഞാ? അമ്മ, ഇനി ഞങ്ങൾ എല്ലാവരും അമ്മയുടെ 4 സൈഡും ഉണ്ടാവും. നിങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ? എന്നാ 3 സൈഡ്. ഓ, പെട്ടെന്നൊരു സ്നേഹം. ഒട്ടനാൻ ചെന്ന് പറഞ്ഞല്ലേ? സന്തോഷായില്ലേ? സന്തോഷൊക്കെ. അമ്മ ഇപ്പൊ എന്തിനാ ഈ കാർഡ്? വിശേഷമൊന്നുമില്ലല്ലോ ഇപ്പൊ. ഞങ്ങൾ എല്ലാ ദിവസവും അമ്മയ്ക്ക് ഓരോരോ ഗിഫ്റ്റ് തന്നിരിക്കും അല്ലേ? അത്രയ്ക്കൊന്നും വേണ്ട കേട്ടാ. അവര് സന്തോഷത്തോടെ തരുന്നല്ലേ പറഞ്ഞേ. ഞങ്ങൾ അമ്മയെ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത്. ശല്യപ്പെടുത്തുന്ന ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ മാക്കറി ശംഭുവിനെ മിസ് ചെയ്യണമെന്ന് നീ പറഞ്ഞില്ലേ? അതിന് മാക്കറുകൾ ശല്യം ചെയ്യൂ? മാക്കറി ശല്യം ചെയ്യല്ലടാ. ചെയ്യും. ഇനി മുതൽ മാക്കർ ശല്യം ചെയ്യുന്ന പോലെ ഞാൻ അമ്മയെ ശല്യം ചെയ്തോണ്ട്. ഈ സന്തോഷായില്ലേ? സന്തോഷായി. എന്താടാ എന്ത് സംഭവം? അത് അമ്മ ചെറിയൊരു പരാതി പോലെ ഒരു സംഭവം പറഞ്ഞു. പരാതിയോ? അത് അവന് നിന്റെ അടുത്താണ് സ്നേഹം കൂടുതൽ, അമ്മയെ സ്നേഹിക്കണില്ല, അമ്മ അവൻ തിരിഞ്ഞു നോക്കണില്ലെന്നൊക്കെ. എന്നിട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവനെന്തിനാ ഇപ്പൊ നോക്കിട്ട് പോയെ? എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ. നീ തൽക്കാലം ഒന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ എല്ലാം സംസാരിച്ച് റെഡി ആയിക്കോളാം. നിനക്ക് നിന്റെ മക്കളെ സ്നേഹം തിരിച്ചു കിട്ടിയില്ലേ? അതാണ് നമുക്ക് സന്തോഷിക്കാം. വാ, എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ അക്കുത്തിക്കുത്താൻ കളിച്ചാലോ? അമ്മയല്ലേ കളിക്കണ്ട, അമ്മ കൈ എണ്ണിക്കോ. അക്കുത്തിക്കുത്താന വരമ്പേ കയ്യെ കൊത്ത് കരിങ്കൊത്ത് ചീപ്പ് വെള്ളം താറാമ വെള്ളം നാറാമക്കടെ കയ്യിലൊരു നാറാമക്കട. കുഴപ്പമില്ല. അപ്പൊ എന്റെ കൈ മടക്കി അടുത്ത മടക്കണേ.